ജെറുസലേമിലെ സഹോദരിമാരെ, എന്നെ ഓർത്ത് കരയേണ്ട എന്ന യേശുക്രിസ്തുവിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചു തുടങ്ങിയ ജോസ് കെ മാണി പിന്നെ ഒരു സോപ്പിന്റെ പരസ്യവാചകത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളിലേക്ക് എത്തി. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉള്ളയിടത്തുള്ള തദ്ദേശത്തിലെ ഇടിച്ചിലിൽ ജോസ് കെ മാണിയുടെ മനസ്സിലും ഇടിച്ചിലുണ്ടായി എന്നാണ് കേൾക്കുന്നത്. മുന്നണിയിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും തദ്ദേശത്തിൽ പാലായിലടക്കമുണ്ടായ വീഴ്ച ജോസിനെ ഉലച്ചിട്ടുണ്ട്. 12-ലധികം സീറ്റ് കിട്ടിയാലും LDF-ൽ ജോസ് കെ മാണി എവിടെ നിന്ന് ജയിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടിടത്തുനിന്നും വന്ന വിളികൾ ജോസ് കെ മാണി നിഷേധിക്കുന്നില്ല. ഇരിക്കുന്നിടം വിടാതിരിക്കാൻ മന്ത്രി P. രാജീവ് വിളിച്ച് ഇന്നലെ നൽകിയ ഉറപ്പുകളും ജോസ് കെ മാണി തുറന്നു പറഞ്ഞു. വൈകിട്ടായപ്പോഴേക്കും നാളിതുവരെ പരിഗണിക്കാത്ത KM മാണി സ്മാരകത്തിന് കവടിയാറിൽ 25 സെന്റ് എന്ന പ്രഖ്യാപനവും മന്ത്രിസഭായോഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരിടത്ത് കരുതൽ, അപ്പുറത്ത് അസ്തിത്വ പ്രശ്നവും സഭാസമ്മർദ്ദവും. ആരെയും നിർബന്ധിക്കില്ല, വാതിലുകൾ തുറന്നിടുമെന്ന കോൺഗ്രസ് പ്രതികരണം കൂടിയാകുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തീരുമാനം എന്താകും? ഇല പിടിച്ചാണോ ഭരണം എന്നതാണ് ചോദ്യം.